എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7 കുറിച്ചുള്ള ഒരു സാധാരണ പ്രേക്ഷക എന്ന നിലയ്ക്കുള്ള അഭിപ്രായം മാത്രമാണ്. ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായ മത്സരാർത്ഥികൾക്ക് ഈ സൈബർ ബുള്ളിങ് വളരെ പ്രശ്നമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശൈത്യയൊക്കെ റീ എൻട്രി ചെയ്ത സമയത്തൊക്കെ ബിഗ് ബോസ് ഹൗസിലൊക്കെ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് അനുമോളോടായിട്ട് പറയുന്നുണ്ട്, നീ കാരണം എനിക്ക് ഉറക്കമില്ലാതായി, എനിക്ക് ഒത്തിരി നെഗറ്റീവ് കമൻറ്റ്സ് ആണ്, സൈബർ ബുള്ളിങ് ആണ്, എനിക്ക് കുറേ പൈസ മേടിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹൗസിൽ പങ്കെടുക്കാൻ പോകുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട ഒന്നാണ്, അവിടെ പറയുന്ന ഓരോ വാക്കായാലും, അത് ചിരിച്ചു പറഞ്ഞതായാലും കരഞ്ഞു പറഞ്ഞാലും ഇവൻ ഉറക്കത്തെ പറഞ്ഞതായാൽ പോലും അത് പുറത്തേക്ക് വന്നാൽ, അത് സൈബർ ലോകത്തിൻ്റെ കയ്യിൽപ്പെട്ടാൽ അവർക്കൊരു കണ്ടൻറ്റാണ്. അതെങ്ങനെയും അവർക്കൊന്ന് വൈറലാക്കണം. ഈ സോഷ്യൽ മീഡിയയിലെ കണ്ടൻറ് ക്രിയേറ്റേഴ്സ്മാരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അത് ഞാൻ ഉൾപ്പെടെയുള്ള ആ കാര്യമാണ് പറയുന്നത്. എൻ്റെ വീഡിയോ ആദ്യം ഇടണം, അത് വൈറലാക്കണം, അതിലൂടെ വരുമാനം കിട്ടണം, അതൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ എന്ത് കണ്ടൻറ്റും അവർ സ്വീകരിക്കും, അത് നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ, അത് വൈറലാക്കാൻ ശ്രമിക്കും. പല വീഡിയോയുടെയും പിന്നിൽ PR ടീമുകൾ തന്നെയാണ്. അത് ഈ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് തന്നെ പൈസ കൊടുത്ത് ഏർപ്പാടാക്കിയ PR ടീമുകളാണ് ഇവരെ നെഗറ്റീവായും പോസിറ്റീവായും ഒക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിക്കുന്നത് തന്നെ. ബിഗ് ബോസ് സീസൺ 7 ഈ ഗ്രാൻഡ് ഫിനാലേക്ക് ഇനി വെറും 3 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇവർ പുറത്തുപോയ എല്ലാവരെയും വിളിച്ച് വീണ്ടും ഒരു റീയൂണിയൻ പോലെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കൂടുതൽ എൻ്റർടൈൻ ആക്കാനായിട്ടായിരുന്നു ഇവരുടെ ശ്രമം. പക്ഷേ പുറത്തുപോയ ആൾക്കാരെല്ലാം വീണ്ടും ഒരു നെഗറ്റീവ് ഒക്കെ ആയിട്ടാണ് തിരിച്ച് വന്നേക്കുന്നത്. അവിടെ വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അതിൽ ആകെ എനിക്ക് തോന്നിയിരിക്കുന്നത് ഇത് രേണുസുതി മാത്രമാണ്, ഒന്നും പ്രശ്നമില്ല, എല്ലാം വളരെ കൂളായിട്ട് നേരിടുന്ന ഒരു സ്ത്രീ അവർ മാത്രമേ ഉള്ളൂ. ഇനിയുള്ള 7 പേരിൽ നിന്ന് 2 പേരെയും കൂടെ പുറത്താക്കുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊരു മിഡ് വീക്ക് എവിക്ഷൻ കൂടി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. നന്ദി.